ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു ഹെൽത്തി പുട്ടുണ്ടാക്കിയാലോ? നമ്മുടെ റാഗി പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ റാഗി പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ റാഗി പുട്ടാണെങ്കിലും നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ ആണെങ്കിലും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ചെറിയ തീയിലിട്ട് മാത്രമേ നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടി നനച്ചെടുക്കാം. ഇപ്പം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ വെള്ളം തളിച്ച് ഇതൊന്ന് നന്നായിട്ട് നനച്ചെടുക്കാം. തേങ്ങ നമ്മൾ ഇതുപോലെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആവി കയറ്റുന്ന സമയത്ത് നമ്മുടെ കുറ്റിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ പുട്ടിന് മൊത്തത്തിലൊരു തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ പൊടി ഒന്ന് നനച്ചെടുക്കാം. വളരെ ഹെൽത്തിയാണ് നമ്മുടെ റാഗി പുട്ടെന്ന് പറയുന്നത്. റാഗി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം റാഗിയിൽ കൂടുതൽ അളവിൽ ഫൈബർ ഉണ്ട്. ആ ഫൈബർ കണ്ടന്റ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. നമുക്കിങ്ങനെ കുറേശ്ശെ വെള്ളം തളിച്ച് ഇതൊന്ന് നന്നായിട്ട് തിരുമിയെടുക്കാം. അപ്പം നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മുടെ പുട്ടുകുറ്റിക്കകത്തോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ നമ്മുടെ പൊടി നിറച്ച് കൊടുക്കാം. ഇടയ്ക്ക് തേങ്ങ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഫൈനലി ടോപ്പിലിട്ടാലും മതി. അപ്പം നമ്മുടെ പുട്ടിൻ്റെ പൊടി ഞാൻ കുറ്റിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ റാഗി പുട്ടായതുകൊണ്ട് നമ്മുടെ നോർമൽ പുട്ടുകൾ, അതായത് നമ്മുടെ അരിപ്പുട്ടിനേക്കാളൊക്കെ കുറച്ചുകൂടെ സമയം കൂടുതലായിട്ട് വേണ്ടി വരും. കാരണം റാഗി കുറച്ചുകൂടെ വെന്ത് വരാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നത് ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് ഷുഗറൊന്നും ഇല്ലാത്തവരാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ലേശം പഞ്ചസാരയും അതുപോലെ ലേശം ഏലക്ക പൊടിച്ചൊക്കെ ചേർത്ത് നമ്മൾ പുട്ട് നനയ്ക്കുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്ത് എടുത്താലും മതി. കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് കുറച്ച് മധുരം ചേർക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.